മുഖ്യമന്ത്രിയും മന്ത്രിമാരും എംഎൽഎമാരും കേന്ദ്രവിരുദ്ധ സമരത്തിന് ജനുവരി 12-ന് തിരുവനന്തപുരത്താണ് സമരം. ഇന്നത്തെ LDF യോഗത്തിലാണ് തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന ജാഥ നടത്താനും തീരുമാനമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എംഎൽഎമാരും കേന്ദ്രവിരുദ്ധ സമരത്തിനിറങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ സമരത്തിന്റെ മാതൃകയിലാണ് തിരുവനന്തപുരത്തും സമരം നടത്തുന്നത്. സമരവേദി എവിടെയെന്ന് നിശ്ചയിച്ചിട്ടില്ല. തൊഴിലുറപ്പ് പദ്ധതിയിലെ മാറ്റങ്ങൾ, ക്ഷേമ പെൻഷനിലെ കേന്ദ്രവിഹിത കുടിശ്ശിക, വായ്പാപരിധി വെട്ടിക്കുറച്ചത് തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്രവിരുദ്ധ സമരത്തിനിറങ്ങുന്നത്. തിരുവനന്തപുരത്തെ സമരത്തിന് തുടർച്ചയായി മറ്റ് സമരങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള തിരുത്തൽ നടപടിയായിട്ട് കൂടിയാണ് കേന്ദ്രവിരുദ്ധ സമരത്തെ CPIM കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനതല ജാഥ നടത്താനും ഇന്നത്തെ LDF യോഗത്തിൽ ധാരണയായി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.